السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبع النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവുകളുള്ള പണ്ഡിതന്മാർ, ഉസ്താദുമാർ, കാരണവന്മാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 ജന്മദിനം ലോക മുസ്ലിമീങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ദാറുസ്സലാം മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന ആഘോഷ പരിപാടികളിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അർഹമുർ-റാഹിമീനായ റബ്ബ് നമ്മുടെ ഈ സംഗമം, ഈ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ദീർഘമായ ഒരു പ്രസംഗത്തിന് അനുയോജ്യമായ സമയമല്ല. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാകുന്ന നാം അടക്കം ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും സൃഷ്ടികളും ഈ ലോകത്ത് ഉണ്ടാവാൻ നിമിത്തമായിട്ടുള്ളത് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ ഇഹപര വിജയത്തിന് നിദാനമായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥിതി നമുക്ക് ലഭ്യമായത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കലും ആദരിക്കലും സ്നേഹിക്കലും അവിടുത്തെ മാർഗം പിന്തുടരലും എല്ലാ വിശ്വാസികൾക്കും നിർബന്ധമായ കാര്യമാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടുള്ള ആളുകൾ, വഅസ്സറൂഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടുത്തെ മഹത്വങ്ങൾ ഉൾക്കൊണ്ട് ആ നബിയെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവർ, വനസറൂഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കുന്നവർ, അവിടുത്തെ ദീനിനെ സഹായിക്കുന്നവർ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അല്ലാഹു നൽകി അയച്ചിട്ടുള്ള, നമുക്ക് ഇറക്കി തന്നിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനാകുന്ന പ്രകാശത്തോട് പിന്തുടരുകയും ചെയ്യുന്നവർ
ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചിട്ടുള്ളവർ, അവരാണ് ഇരുലോകത്തും വിജയിച്ചവർ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറുഹു, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന് വിശ്വസിച്ചാൽ പോരാ. വിശുദ്ധ ഖുർആൻ പറയുന്നു വഅസ്സറുഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം, അവിടുത്തെ മഹത്വങ്ങൾ അംഗീകരിക്കണം. ആ നിലക്കുള്ള വിശ്വാസമാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ സൃഷ്ടികൾക്ക് എത്തിച്ചു തരാനുള്ള ഒരു ദൂതൻ എന്ന അർത്ഥത്തിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവര് പല വിഭാഗങ്ങളും നമുക്കറിയാം, നമ്മുടെ നാടുകളിലുണ്ട്. ആ വിശ്വാസം പോരാ. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫല്ലദീന ആമനൂ ബിഹി, അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ. എന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു വഅസ്സറുഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചവർ, ആദരിച്ചവർ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്? അതും പരിശുദ്ധമായ ഖുർആൻ തന്നെ നിരവധി ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതായ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചതായ, വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും വിശ്വസിച്ചതായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കേണ്ട രൂപം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തിനേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഒരിക്കലും നിങ്ങളുടെ ശബ്ദം കൂടിപ്പോകരുത്, ഉയർന്നു പോകരുത്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അനാദരവായി പോകും ആ ശബ്ദമുയർത്തൽ. വിശുദ്ധ ഖുർആൻ അവത് പറഞ്ഞു നിർത്തിയില്ല, വീണ്ടും പറയുന്നു വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങളിൽപ്പെട്ട ചിലർ മറ്റു ചിലരെ വിളിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വിളിക്കരുത്. നിങ്ങൾ ഒരാള് മറ്റൊരാളെ അബൂബക്കറെ, മുഹമ്മദ് എന്നൊക്കെ വിളിക്കുന്നത് പോലെ പേരെടുത്ത് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കേണ്ടത്? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഇങ്ങനെ ആണ് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ, യാ നബിയല്ലാഹ്, ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കേണ്ടത്. ഒരിക്കലും പേരെടുത്ത് വിളിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കേണ്ട രൂപം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഞാനതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുകയും അങ്ങേയറ്റത്തെ ബഹുമാനം, വളരെ വലിയ ആദരവ്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തും ആ നിയമമുണ്ട്. വഫാത്തിന് ശേഷവും അല്ലാഹുവിന്റെ റസൂലിനെ നാം ബഹുമാനിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫിങ്കൽ സിയാറത്തിന് വേണ്ടി ഉംറക്കും ഹജ്ജിനുമൊക്കെ പോകുന്ന ആളുകൾ ആ സദസ്സിലെത്തിയാൽ ഈ നിയമം അവിടെയും ബാധകമാണ്. ജീവിതകാലത്തുള്ളതുപോലെ മരണ ശേഷവും ആ നിയമം ബാധകമാണ്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് സദസ്സിൽ വെച്ച്, സന്നിധിയിൽ വെച്ച് ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല, ഉയർച്ചത്തിൽ ദുആ ചെയ്യാൻ പാടില്ല. എല്ലാം പരിഗണിക്കണം. എന്താണ് അങ്ങനെ ചെയ്തു പോയാൽ സംഭവിക്കുന്നത്? നിങ്ങൾ അറിയാത്ത വിധത്തിൽ നിങ്ങളുടെ അമലുകൾ അത് കാരണമായി പൊളിഞ്ഞു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ രൂപത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിൽ
നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടുത്തെ ശരീര ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ, നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സ്നേഹിതന്മാർക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹുവിന്റെ റസൂലിനെ ആ രൂപത്തിൽ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് വിശ്വസിച്ച് അള്ളാഹു ആ നിലക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ വാക്യത്തിൽ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി 100 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ, എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ 500 കുപ്പി വെള്ളം സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി